ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കസ്റ്റമർ നിങ്ങളോട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? പല സെയിൽസ് പീപ്പിളും ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. സർ, ഇതിന്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്, ഞങ്ങൾ ഇതിനകം തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, ആക്ച്വലി ഇത് വളരെ നല്ലൊരു ഡീലാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നുവോ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ റെസിസ്റ്റൻസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം കസ്റ്റമർ പറഞ്ഞത് പ്രൈസ് കൂടുതലാണ് എന്നല്ലേ, പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാമോ? ഒരുപക്ഷെ അത് ബജറ്റിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഈ പ്രോഡക്റ്റിന്റെ വാല്യൂ ഇതുവരെ മനസ്സിലായിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഒരു ടോപ്പ് സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യാൻ റഷ് ചെയ്യില്ല, പകരം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. കസ്റ്റമർ പറയുന്നു ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ബജറ്റിന് പുറത്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ ഈ പ്രോഡക്റ്റിന് ഈ പ്രൈസ് വെർത്താണെന്ന് തോന്നുന്നില്ലേ? നോക്കൂ, ഒരു സെന്റൻസ് കൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെൻസീവ് എന്ന വേഗ ഒബ്ജക്ഷനെ രണ്ട് പോസിബിലിറ്റി ആക്കി മാറ്റി. ബജറ്റ് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വാല്യൂ പ്രോബ്ലം ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ബജറ്റ് പ്രോബ്ലം ആണെങ്കിൽ പ്രൈസിംഗ്, പേയ്മെന്റ് പ്ലാൻ, പാക്കേജ് എന്നിവയെ കുറിച്ച് സംസാരിക്കാം. വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ആ പ്രൈസിന് വെർത്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇനി മറ്റൊരു കോമൺ ഒബ്ജക്ഷൻ, കസ്റ്റമർ പറയുന്നു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പല സെയിൽസ് പീപ്പിളും ഉടനെ പറയും ഷുവർ, കുഴപ്പമില്ല, ടേക്ക് യുവർ ടൈം. കേൾക്കാൻ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, പക്ഷേ അവിടെ കോൺവെർസേഷൻ അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നത് പലപ്പോഴും യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ തീരുമാനിക്കാൻ താല്പര്യമില്ല എന്നതിന്റെ പൊളൈറ്റ് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഒരു സ്കിൽഡ് സെയിൽസ് പേഴ്സൺ ചോദിക്കും, തീർച്ചയായും നിങ്ങൾ ആലോചിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റു ഓപ്ഷൻസുകളുമായി കമ്പയർ ചെയ്യുകയാണോ, അതോ പ്രൈസിനെ കുറിച്ച് ഇനിയും ക്ലാരിറ്റി വേണമെന്നാണ്? വീണ്ടും നിങ്ങൾ ആർഗ്യൂ ചെയ്തില്ല, പ്രഷർ കൊടുത്തില്ല, ഒരു ചോദ്യം മാത്രം ചോദിച്ചു. അങ്ങനെ കസ്റ്റമറിന്റെ യഥാർത്ഥ ഹെസിറ്റേഷൻ പുറത്തു വരുന്നു. ഇനി മറ്റൊരു സിറ്റുവേഷൻ, കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ടിനെ സംശയിക്കുന്നു. അയാൾ പറയുകയാണ് ഇതൊക്കെ പ്രോമിസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ റിസൾട്ട് കിട്ടുമെന്ന് എങ്ങനെ ഉറപ്പാക്കും? സാധാരണ സെയിൽസ് പേഴ്സൺ ഉടനെ പറയും, സർ, ഞങ്ങളുടെ റിസൾട്ട് വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ സർവീസ് വളരെ മികച്ചതാണ്. പക്ഷേ കസ്റ്റമർ ഇതൊക്കെ എത്ര തവണ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. അയാൾ പറയും നമുക്ക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് പ്രപ്പോസലിൽ തന്നെ വ്യക്തമാക്കാം, അതോടൊപ്പം ആദ്യ ഘട്ടത്തിലെ റിസൾട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ അവസരവും നൽകാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതൊരു ട്രയലായി കൺസിഡർ ചെയ്യും. ഇവിടെ നിങ്ങൾ വെറുതെ ഒരു പ്രോമിസ് കൊടുത്തില്ല, നിങ്ങൾ അൺസർട്ടനിറ്റിയെ എവിഡൻസിലേക്ക് മാറ്റി, ഡൗട്ടിനെ ആക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ സെയിൽസിന്റെ യഥാർത്ഥ സ്കിൽ എന്താണ്? കൂടുതൽ സംസാരിക്കുക എന്നല്ല, കസ്റ്റമേഴ്സിന്റെ ഒബ്ജക്ഷൻ കേട്ട് ഉടനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക, ഒരു നിമിഷം പോസ് ചെയ്യുക, പിന്നെ ശരിയായ ചോദ്യം ചോദിക്കുക. കാരണം പലപ്പോഴും കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷൻ തന്നെയല്ല യഥാർത്ഥ പ്രോബ്ലം. പ്രൈസ് കൂടുതലാണ് എന്നതിന് പിന്നിൽ ബജറ്റ് ആയിരിക്കാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നതിന് പിന്നിൽ ട്രസ്റ്റ് ആയിരിക്കാം, റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പില്ല എന്നതിന് പിന്നിൽ എവിഡൻസ് വേണമെന്നായിരിക്കാം. അത് കണ്ടെത്താൻ കഴിയുന്ന സെയിൽസ് പേഴ്സൺ ആണ് നല്ല സെയിൽസ് പേഴ്സൺ. അതിനാൽ അടുത്ത തവണ ഒരു കസ്റ്റമർ ഒബ്ജക്ഷൻ പറയുമ്പോൾ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങരുത്, പോസ് ചെയ്യുക, ലിസൺ ചെയ്യുക, പിന്നെ ഒരു നല്ല ചോദ്യം ചോദിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കസ്റ്റമറിനെ അതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ കഴിയുന്നത് ആ ഒരു ചോദ്യമായിരിക്കും. ഇതാണ് സ്മാർട്ട് സെല്ലിംഗ്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിലല്ല, കസ്റ്റമറിനെ കൂടുതൽ സംസാരിപ്പിക്കുന്നതിലാണ് റിയൽ സെയിൽസ് സ്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീമിലെ ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യും.